ഗുഡ് മോർണിംഗ്. സോഷ്യോളജിയിലെ ചാപ്റ്റർ 2 സോഷ്യോളജിയിൽ ഉപയോഗിക്കുന്ന വാക്കുകളും പദങ്ങളും. ഇതിൽ 1 സാമൂഹ്യ സംഘങ്ങൾ. 2 അതിലധികമോ അംഗങ്ങൾ നേരിട്ടോ പരോക്ഷമായോ ബന്ധത്തോടെയും ആശയവിനിമയം നടത്തി ജീവിക്കുന്നതിനെയാണ് സാമൂഹ്യ സംഘങ്ങൾ എന്ന് പറയുന്നത്. ഇപ്പോൾ 2 അതിലധികമോ അംഗങ്ങൾ നേരിട്ടോ പരോക്ഷമായിട്ടോ ഉള്ള ബന്ധത്തോടെ ആശയവിനിമയം നടത്തി ജീവിക്കുന്ന രീതിയാണ് സാമൂഹ്യ സംഘങ്ങൾ. കുടുംബം, രാഷ്ട്രീയ സംഘടന, ക്ലബ്ബ് ഇതൊക്കെ സാമൂഹ്യ സംഘങ്ങളുടെ ഉദാഹരണമാണ്. നെക്സ്റ്റ്, സാമൂഹ്യ സംഘത്തിൻ്റെ പ്രത്യേകതകൾ ഏതൊക്കെ? 2 അതിലധികമോ വ്യക്തികൾ വേണം. ഒന്നാമത്തെ പ്രത്യേകത 2 അതിലധികമോ വ്യക്തികൾ വേണം. നിരന്തരമായ പാരസ്പര്യം. 2 നിരന്തരമായ പാരസ്പര്യം. അടുത്തത് സംഘബോധം. മൂന്നാമത്തത് സംഘബോധം. പാരസ്പര്യത്തിൻ്റെ സുസ്ഥിര മാതൃകയായിരിക്കണം. പിന്നെ പൊതു താല്പര്യം വേണം. പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത ഉണ്ടായിരിക്കണം. അവർക്ക് തമ്മിലൊരു പൊതു താല്പര്യം വേണം. പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത ഉണ്ടായിരിക്കണം. നിശ്ചിതമായ ഘടന. ഇത്രയാണ് നമുക്ക് പ്രധാനപ്പെട്ട സാമൂഹ്യ സംഘത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകൾ എന്ന് പറയുന്നത് ഈ 6 എണ്ണമാണ്. ആദ്യം 2 അതിലധികമോ വ്യക്തികൾ വേണം. നിരന്തരമായ പാരസ്പര്യം വേണം. സംഘബോധം, പാരസ്പര്യത്തിൻ്റെ സുസ്ഥിര മാതൃക, പൊതു താല്പര്യം, പൊതുവായ വഴക്കങ്ങളുടെയും മൂല്യങ്ങളുടെയും സ്വീകാര്യത, നിശ്ചിതമായ ഘടന. അടുത്തത് അർത്ഥസംഘങ്ങൾ അല്ലെങ്കിൽ കോസി ഗ്രൂപ്പ്. പരസ്പര ബന്ധമില്ലാതെ സംഘം ചേർന്ന് നിൽക്കുന്ന ജനക്കൂട്ടത്തെ അർത്ഥസംഘങ്ങൾ എന്ന് വിളിക്കുന്നു. പരസ്പരം ബന്ധമില്ലാതെ സംഘം ചേർന്ന് നിൽക്കുന്ന ജനക്കൂട്ടത്തെ അർത്ഥസംഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്നവർ, സിനിമാ തിയേറ്ററിലുള്ള ആൾക്കൂട്ടം, അതൊക്കെ അർത്ഥസംഘങ്ങളാണ്. അടുത്തത് സാമൂഹ്യ സംഘങ്ങളെ പ്രധാനമായിട്ടും 2 തരംതിരിക്കുന്നുണ്ട്. പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും. 2 തരംതിരിക്കുന്നു: പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും. അടുത്തത് അർത്ഥസംഘങ്ങൾ അല്ലെങ്കിൽ കോസി ഗ്രൂപ്പ്. പരസ്പര ബന്ധമില്ലാതെ സംഘം ചേർന്ന് നിൽക്കുന്ന ജനക്കൂട്ടത്തെ അർത്ഥസംഘങ്ങൾ എന്ന് വിളിക്കുന്നു. പരസ്പരം ബന്ധമില്ലാതെ സംഘം ചേർന്ന് നിൽക്കുന്ന ജനക്കൂട്ടത്തെ അർത്ഥസംഘങ്ങൾ എന്ന് വിളിക്കുന്നു. ഇപ്പോൾ ബസ് കാത്തു നിൽക്കുന്നവർ, സിനിമാ തിയേറ്ററിലുള്ള ആൾക്കൂട്ടം, അതൊക്കെ അർത്ഥസംഘങ്ങളാണ്. അടുത്തത് സാമൂഹ്യ സംഘങ്ങളെ പ്രധാനമായിട്ടും 2 തരംതിരിക്കുന്നുണ്ട്. പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും. 2 തരംതിരിക്കുന്നു: പ്രാഥമിക സംഘങ്ങളും ദ്വിതീയ സംഘങ്ങളും. അപ്പോൾ നമ്മൾ പറഞ്ഞു സാമൂഹ്യ സംഘങ്ങളെ പ്രാഥമിക സംഘങ്ങൾ, ദ്വിതീയ സംഘങ്ങൾ എന്നിങ്ങനെ 2 തിരിക്കുന്നുണ്ടെന്ന്. അതിൽ പ്രാഥമിക സംഘം കുടുംബം, ഗ്രാമം, സമുദായം, ചങ്ങാതിക്കൂട്ടം ഒക്കെ പ്രാഥമിക സംഘമാണ്. കാരണം ഈ സംഘങ്ങൾക്ക് പരസ്പര ആത്മബന്ധവും സംഘബോധവും ഉണ്ടാവും. പ്രാഥമിക സംഘങ്ങൾക്ക് പരസ്പര ആത്മബന്ധവും സംഘബോധവും ഉണ്ടാകും. അംഗങ്ങൾ ഉറ്റവരും മുഖാമുഖ ബന്ധമുള്ളവരുമായിരിക്കും. അവർ പരസ്പരം സഹകരിക്കുന്നവരുമായിരിക്കും. ഉറ്റവരായിരിക്കും, മുഖാമുഖ ബന്ധമുള്ളവരായിരിക്കും, പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും. അതുപോലെ ഇത് ചെറിയ സംഘങ്ങളുണ്ട്, അതുപോലെ തന്നെ വലിയ സംഘങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് പ്രാഥമിക സംഘങ്ങൾക്ക് പരസ്പര ആത്മബന്ധം ഉണ്ടായിരിക്കും, ഉറ്റവരും ഇടയവരുമായിരിക്കും, അവർ സംഘബോധം ഉണ്ടായിരിക്കും, മുഖാമുഖമുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും, പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും. ഇവർക്കൊരു പൊതു താല്പര്യമുണ്ടാകും, വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാകും. ഔപചാരിക ബന്ധമല്ല, അനൗപചാരികം, അതായത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. അപ്പോൾ നമ്മൾ പറഞ്ഞു സാമൂഹ്യ സംഘങ്ങളെ പ്രാഥമിക സംഘങ്ങൾ, ദ്വിതീയ സംഘങ്ങൾ എന്നിങ്ങനെ 2 തിരിക്കുന്നുണ്ടെന്ന്. അതിൽ പ്രാഥമിക സംഘം കുടുംബം, ഗ്രാമം, സമുദായം, ചങ്ങാതിക്കൂട്ടം ഒക്കെ പ്രാഥമിക സംഘമാണ്. കാരണം ഈ സംഘങ്ങൾക്ക് പരസ്പര ആത്മബന്ധവും സംഘബോധവും ഉണ്ടാവും. പ്രാഥമിക സംഘങ്ങൾക്ക് പരസ്പര ആത്മബന്ധവും സംഘബോധവും ഉണ്ടാകും. അംഗങ്ങൾ ഉറ്റവരും മുഖാമുഖ ബന്ധമുള്ളവരുമായിരിക്കും. അവർ പരസ്പരം സഹകരിക്കുന്നവരുമായിരിക്കും. ഉറ്റവരായിരിക്കും, മുഖാമുഖ ബന്ധമുള്ളവരായിരിക്കും, പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും. അതുപോലെ ഇത് ചെറിയ സംഘങ്ങളുണ്ട്,
അതുപോലെ തന്നെ വലിയ സംഘങ്ങളുമുണ്ട്. അപ്പോൾ എന്താണ് പ്രാഥമിക സംഘം? സംഘങ്ങൾക്ക് പരസ്പരം ആത്മബന്ധം ഉണ്ടായിരിക്കും, ഉറ്റവരും ഇടയവരുമായിരിക്കും അവർ, സംഘബോധം ഉണ്ടായിരിക്കും, മുഖാമുഖമുള്ള ബന്ധങ്ങളുണ്ടായിരിക്കും, പരസ്പരം സഹകരിക്കുന്നവരായിരിക്കും, ഇവർക്കൊരു പൊതു താല്പര്യമുണ്ടാകും, വ്യക്തിപരമായ ബന്ധങ്ങളുണ്ടാകും. ഔപചാരിക ബന്ധമല്ല, അനൗപചാരികം, അതായത് ഇൻഫോർമൽ റിലേഷൻഷിപ്പ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുന്നത്. നെക്സ്റ്റ്, ദ്വിതീയ സംഘങ്ങൾ താരതമ്യേന വലിപ്പമുള്ളവയാണ്. ഇത് ഔപചാരികമാണ്, വ്യക്തിപരമല്ലാത്തതുമായ ബന്ധങ്ങളാണ് ഇവിടെ ഉള്ളത്. അപ്പോൾ ദ്വിതീയ സംഘങ്ങൾ എങ്ങനെയാണ്? താരതമ്യേന വലിപ്പമുള്ളതാണ്. ചങ്ങാതിക്കൂട്ടം അതുപോലെയുള്ള പ്രാഥമിക സംഘങ്ങൾ ചെറിയതായിരിക്കും, പക്ഷേ ഇത് താരതമ്യേന വലിപ്പമുള്ളവയാണ്. ഇവർ മറ്റേത് അനൗപചാരികമായിരുന്നു, പക്ഷേ ദ്വിതീയ സംഘങ്ങൾ ഔപചാരികമാണ്, വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളാണ്. അപ്പോൾ ഇവിടെ ഔപചാരികതയുണ്ട്, വ്യക്തിപരമല്ലാത്ത ബന്ധങ്ങളാണ്. ദ്വിതീയ സംഘങ്ങൾ ലക്ഷ്യോന്മുഖമാണ്, എന്തെങ്കിലും ഒരു കാര്യം സാധിക്കാൻ വേണ്ടിയിട്ടുള്ളതായിരിക്കും ഈ ദ്വിതീയ സംഘങ്ങൾ. വിദ്യാലയങ്ങൾ, ആശുപത്രികൾ, സർക്കാർ ഓഫീസുകളൊക്കെ ദ്വിതീയ സംഘത്തിന് ഉദാഹരണങ്ങളാണ്. അപ്പോൾ അതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ദ്വിതീയ സംഘത്തിൻ്റെ വലിയ സംഘമായിരിക്കും, നേരിട്ടല്ലാത്ത ബന്ധമായിരിക്കും, ഔപചാരിക ബന്ധമായിരിക്കും, വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും, ലക്ഷ്യോന്മുഖമായിരിക്കും, സ്വാർത്ഥ താല്പര്യമായിരിക്കും അവർക്ക്. അപ്പോൾ ലക്ഷ്യോന്മുഖമായിരിക്കും, സ്വാർത്ഥ താല്പര്യമായിരിക്കും അവർക്ക്. ഒന്നും കൂടി പറയാം, വലിയ സംഘമായിരിക്കും, നേരിട്ടല്ലാത്ത ബന്ധം, ഔപചാരിക ബന്ധമായിരിക്കും, വ്യക്തിപരമല്ലാത്ത ബന്ധമായിരിക്കും, ലക്ഷ്യോന്മുഖമായിരിക്കും, അതായത് എന്തെങ്കിലും ഒരു ലക്ഷ്യം നേടാൻ വേണ്ടിയുള്ള ബന്ധങ്ങൾ മാത്രമായിരിക്കും, സ്വാർത്ഥ താല്പര്യമായിരിക്കും അവർക്ക്. അടുത്തത് ഒരൈറ്റം സമുദായം. അപ്പോൾ ആ 2 സംഘങ്ങൾ കഴിഞ്ഞു, ഇനി ഒരെണ്ണമാണ് സമുദായം. എന്താ സമുദായം? ഒരു നിശ്ചിത പ്രദേശത്ത് താമസിക്കുന്ന നമ്മളൊന്ന് എന്ന വികാരം കുറച്ചെങ്കിലുമുള്ള ഒരു സാമൂഹ്യ സംഘമാണ് സമുദായം. അതായത് ഒരു നിശ്ചിത സ്ഥലത്ത് താമസിക്കുന്നവരെ, ചിലപ്പോൾ ഓരോ ജാതിയിൽപ്പെട്ടവരായിരിക്കും, അങ്ങനെ ആ ഒരു നിശ്ചിത സ്ഥലത്ത് നാം ഒന്ന് എന്ന ഒരു വികാരം കുറച്ചെങ്കിലുമുള്ള ഒരു സാമൂഹ്യ സംഘമാണ് സമുദായം. അവിടെ വ്യക്തിപരമായ ബന്ധമുണ്ട്, നീണ്ടു നിൽക്കുന്ന ബന്ധമുണ്ട്. പ്രാഥമിക സംഘമായ സമുദായത്തെ നമുക്ക് കണക്കാക്കാം. സമുദായത്തെ നമുക്ക് എങ്ങനെ കണക്കാക്കാം? പ്രാഥമിക സംഘമായിട്ട് കണക്കാക്കാം.